ഇപ്പോൾ കൂടുതൽ ദുർബലമായി മാറുകയാണ്. ഇസ്രായേൽ ആക്രമണവും ട്രംപിന്റെ ചരടുവലിയും ഇറാന്റെ ഘടന തന്നെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരതയുടെ സ്പോൺസറായി തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഇറാൻ തന്റെ ശക്തി തെളിയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നാകട്ടെ ഉയർത്തെഴുന്നേൽപ്പിനായി തന്നെ ഇറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു ഇറാൻ ഉണ്ടാകരുത് എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ ഇസ്ലാമിക ഗ്രൂപ്പുകളെ മുഴുവൻ തന്നെ വളർത്തുവാനും അതിനെ പോറ്റുവാനും ഇറാൻ കൂടുതലായി തന്നെ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാലാകട്ടെ ഇന്ന് ഇറാന് അധികാരമില്ലാതെ തന്നെ അതിനൊരു ശേഷിയുമില്ല എന്നതാണ് വാസ്തവമായി എടുത്തു പറയുന്നത്. ഇറാനെ ദുർബലമാക്കാൻ അമേരിക്കയും ഇസ്രായേലും നൽകിയ വിലയാകട്ടെ അത് വലുതാണ്. മാസങ്ങളോളം തന്നെ തുടരുന്ന ജീവൻ പണയം വെച്ചുള്ള ആക്രമണങ്ങൾക്കൊടുവിലായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമൈനിയുടെ പതനത്തിന് ആ ഒരു വക്കിലേക്ക് എത്തി നിന്നതും. ഇന്നാകട്ടെ ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനായി തന്നെ സൈനിക നടപടിയുമായി തന്നെ ട്രംപ് രംഗത്ത് വരികയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇനിയൊരു ഇസ്ലാമിക സൂപ്പർ പവർ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഇസ്രായേലിന് വലിയ നിർബന്ധ ബുദ്ധിയാണ് കാണിക്കുന്നത്. ഇറാൻ വീഴുന്നതോടുകൂടി തന്നെ ആ വിടവ് നികത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ പുതിയ നേതാവായി തന്നെ ഉയരാൻ ശ്രമിക്കുകയായിരുന്നു തുർക്കി. ആ തുർക്കി ഇപ്പോൾ വെട്ടിമാറ്റാനാണ് അവിടെ ശ്രമങ്ങൾ നടക്കുന്നത്. മിസൈൽ ശക്തിയിലും ഡ്രോൺ ശക്തിയിലും യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും അവിടെ ശക്തി ആർജിച്ച തുർക്കിക്ക് ഒരു നേതാവായി ഉയരാനുള്ള കരുത്തുകൾ ഏറെയാണ്. അതിന്റെ തുടക്കമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്നുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്ന മധ്യ ഏഷ്യയിലെ നേറ്റോ എന്ന സൈനിക മുന്നണിയാണ് എടുത്തു പറയേണ്ടത്. ഇതിനെ മുളയിലെ നുള്ളാനുള്ള നീക്കം ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. തുർക്കിയും അതിന്റെ നേതാവായ എർദോഗനുമായുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ബന്ധം അത് അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാടുകളെ ശക്തമായി തന്നെ ഇസ്രായേൽ എതിർക്കുകയും ചെയ്യുന്നു. ഹമാസിന് വേണ്ടി തുർക്കിയിൽ നിന്നും അവിടെ പോയിരുന്ന ചെറു കപ്പൽ അല്ലെങ്കിൽ കപ്പൽ കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം തുർക്കിയെ വലിയ രീതിയിൽ ഇസ്രായേലിനെതിരായി തന്നെ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങളെ യുദ്ധക്കുറ്റം എന്ന് തുർക്കി വിശേഷിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണമാവുകയും ചെയ്തിരുന്നു. തുർക്കിയുടെ സാമ്രാജ്യ വികസന മോഹത്തെയും ഇസ്രായേൽ കഠിനമായി തന്നെ വെറുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇറാനെ അവിടെ ആശ്രയിക്കുന്ന തുർക്കി അല്ലെങ്കിൽ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന തുർക്കിയെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നതും. അതേസമയം ഇറാനെ കടൽ മാർഗം ആക്രമിക്കാൻ പദ്ധതി മെനയുകയാണ് അമേരിക്ക. ഇതിനായി എല്ലാ സജ്ജീകരണങ്ങളും ട്രംപ് നടത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന് നേരെ സൈനിക നടപടിക്കായി തന്നെ ട്രംപ് അവിടെ കോപ്പ് കൂട്ടുകയാണ്. എന്നാൽ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ഭീതിയിലാണ് എന്നതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലൂടെയാണ് ആക്രമണത്തിന്, അതായത് അറബിക്കടലിലൂടെ ആക്രമണം നടത്താനാണ് സാധ്യത. എന്നാൽ സ്വന്തം ജനതയെ കുരുതിക്ക് കൊടുത്തിട്ട് ഇറാന്റെ പരമോന്നത നേതാവാകട്ടെ രാജ്യം വിട്ടതായും പ്രത്യേകമായി ക്രമീകരിച്ച ബങ്കറിൽ ഒളിച്ചതായും തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉടൻ സൈനിക നടപടി ആരംഭിക്കും എന്നതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. അറബിക്കടൽ വഴിയോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖല വഴിയോ ആയിരിക്കും US-ന്റെ തിരിച്ചടി എന്നതായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.